ഇസ്രായേൽ പുതിയൊരു തന്ത്രം പയറ്റുന്നത്. പലപ്പോഴും അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഇത് ചെയ്തിട്ടുണ്ട്. അതായത് പുതിയൊരു ഭീകര സംഘടനയ്ക്ക് രൂപം കൊടുത്ത് ഹമാസിന് ബദലായി മറ്റൊരു സംഘടനയെ വളർത്താനാണ് ഇസ്രായേൽ ശ്രമിക്കുന്നത്. ഇത്തരം കുതന്ത്രങ്ങൾ ഇസ്രായേലിനും പാശ്ചാത്യ ലോകത്തിനും പുതുമയൊന്നുമല്ല. അത്തരമൊരു നീക്കമാണ് ഇപ്പോൾ ഇസ്രായേൽ നടത്തുന്നത് എന്നാണ് ഇസ്രായേൽ ടൈംസ് എന്ന ദിനപത്രത്തിലെ ഇന്നത്തെ ഒരു വാർത്തയിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇസ്രായേൽ ഫണ്ട് കൊടുത്ത് വളർത്തുന്നു എന്നൊന്നും ആ വാർത്തയിൽ പറയുന്നില്ലെങ്കിലും ടൈംസ് ഓഫ് ഇസ്രായേൽ ഒരു വാർത്ത പുറത്തുവിട്ടിരിക്കുന്നു. ഹസൻ അൽ അസ്താൽ എന്ന ഒരു സായുധ പോരാളി ഹമാസിനെതിരെ ഒരു പുതിയ സംഘടന ഉണ്ടാക്കിയിരിക്കുന്നെന്നും ഗാസയിലെ ഖാൻ യൂനിസ് ആസ്ഥാനമാക്കിയാണ് ഈ സംഘടന പ്രവർത്തിക്കുന്നതെന്നുമാണ് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ടൈംസ് ഓഫ് ഇസ്രായേൽ പ്രതിനിധിയുമായി ഹൊസാം അൽ അസ്റ്റാൽ സംസാരിച്ചുവെന്നും ഈ റിപ്പോർട്ട് പറയുന്നുണ്ട്. ഹൊസാം പറയുന്നത്, ഹമാസിന്റെ ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടമാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഹമാസിന്റെ പീഡനം അടുത്തവർക്കൊക്കെ ഞങ്ങളുടെ അടുത്തേക്ക് എത്താം. ഞങ്ങൾ അവർക്ക് ഖാൻ യൂനിസിൽ അഭയം നൽകും, അവർക്ക് ഭക്ഷണം നൽകും, സുരക്ഷ നൽകും, അവരെ ഞങ്ങൾ സംരക്ഷിക്കും, ആർക്ക് വേണമെങ്കിലും ഞങ്ങളോടൊപ്പം വരാം എന്ന് പറഞ്ഞ് പ്രഖ്യാപനം നടത്തുകയാണ് ഹൊസാം. ഇവർ ആയുധമുള്ളവരാണ്. അവർക്ക് പിന്തുണ അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ചില അറബ് രാജ്യങ്ങളും നൽകുന്നു, അവർക്ക് ഫണ്ട് നൽകുന്നു എന്നാണ് ഹൊസാം പറയുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ഇത് ഇസ്രായേൽ ഫണ്ട് കൊടുത്ത് കൊണ്ടുവന്ന പ്രസ്ഥാനമാണ് എന്ന റിപ്പോർട്ടുണ്ട്. ഇസ്രായേലിനെ മാതൃകയായി കാണണമെന്നും ഇസ്രായേലുമായി യുദ്ധം ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ലെന്നും ഫലസ്തീനും ഇസ്രായേലും സഹകരിച്ച് പ്രവർത്തിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതുമാണ് ഹൊസാം പറയുന്നത്. എന്ന് വെച്ചാൽ ഗസയിൽ ഹമാസ് ദുർബലമായതോടെ, ഹമാസിന്റെ തലകണ്ടൽ അപ്പോൾ തന്നെ ഇസ്രായേൽ തട്ടിക്കളയാൻ തുടങ്ങിയതോടെ ആഭ്യന്തരമായി ഭിന്നിപ്പുണ്ടാക്കാൻ ഗസയിലെ ജനങ്ങൾക്ക് ഹമാസിനോട് താല്പര്യമുണ്ടെങ്കിൽ അതിന് ബദലായി ഒരു സംവിധാനം ഉണ്ടാക്കാൻ ഇസ്രായേൽ സഹായിക്കുന്നു അല്ലെങ്കിൽ പരിശ്രമിക്കുന്നു അർത്ഥം. അതായത് ഇസ്രായേൽ സേന അവിടെ പോയി ആക്രമിക്കുന്നതിനേക്കാൾ നല്ലത് ഇത്തരത്തിലുള്ള പ്രാദേശികമായ ഭീകര സംഘടനകളെ വളർത്തിയെടുത്ത് അവരെ കൊണ്ട് ആക്രമിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കി എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ഹൊസാമിന്റെ സംഘടനയിലേക്ക് എത്തുന്നവർക്ക് സുരക്ഷിതമായ താമസം, ഷെൽട്ടർ കൊടുക്കും, ഭക്ഷണം കൊടുക്കും, വെള്ളം കൊടുക്കും എന്നാണ് പറയുന്നത്. എന്നാൽ ഹമാസുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ എന്നുള്ള വിശദമായ പരിശോധന ഉണ്ടാവും. ഇങ്ങനെ ഹമാസിനെ തള്ളിപ്പറയാൻ ആഗ്രഹിക്കുന്നവർക്ക് സുരക്ഷിതമായ താവളമൊരുക്കി അവർക്ക് ഭക്ഷണവും താമസവും കൊടുക്കുന്ന ഒരു പ്രക്രിയ ഈ ഹൊസാമിലൂടെ ഇസ്രായേൽ നടപ്പിലാക്കുന്നു എന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകരുടെ വിലയിരുത്തൽ. ഈ തന്ത്രം വിജയിച്ചേക്കും എന്ന് പറയുന്നു. സമാനമായ മറ്റൊരു ഭീകര സംഘടന റാമല്ലയിൽ ഇതിനു മുമ്പ് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. യാസർ അബു ഷബാബ് എന്നാണ് ആ സംഘടനയുടെ നേതാവിന്റെ പേര്. ഈ രണ്ട് സംഘടനകളും ഒരുമിച്ചാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഇത്തരത്തിൽ പ്രാദേശികമായ പുതിയ ഭീകര സംഘടനകളെ ഹമാസിന് ബദലായി ഇസ്രായേൽ വളർത്തിക്കൊണ്ടുവരുന്നു. ഇസ്രായേലിന്റെ പിന്തുണയോടെ ചില ചെറു ഭീകര സംഘടനകൾ രൂപം കൊള്ളുന്നു. അവർ ഹമാസിനെതിരെ നേരിടുന്നു, ആളുകൾക്ക് സുരക്ഷ കൊടുക്കുന്നു. അങ്ങനെ ഹമാസിനെ വെറുക്കുന്ന, സമാധാന ജീവിതം ആഗ്രഹിക്കുന്ന ഭൂരിപക്ഷം പേരുടെയും പിന്തുണയോടെ അവർക്ക് ഗ്രിപ്പ് ഉണ്ടാക്കാൻ കഴിയും എന്ന റിപ്പോർട്ടാണ്. ഇസ്രായേലിന്റെ യുദ്ധതന്ത്രങ്ങളിൽ ഏറ്റവും പുതിയതാണിത്.